പുനലൂർ നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ പ്രവർത്തനോദ്ഘാടനം ബുധനാഴ്ച ആറന്മുളയിൽ നടന്നു. മുനിസിപ്പൽ പ്രദേശത്ത് ഗുരുതരമായ രോഗങ്ങൾക്ക് അടിമകളായവർക്ക് വീട്ടിലെത്തി പരിചരണം നൽകുന്ന സാന്ത്വന പരിചരണ പദ്ധതിയാണ് ഇത്. വർഷങ്ങളായി രോഗബാധിതനായി കഴിയുന്ന ആറന്മുള തെക്കേടത്ത് വീട്ടിൽ ജോർജിന് ചികിത്സ ലഭ്യമാക്കിക്കൊണ്ടാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. മുനിസിപ്പൽ തല ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ വിമല ഗുരുദാസ് നിർവഹിച്ചു. പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ആരംഭിക്കുന്നതിൻ്റെ പ്രാഥമിക ഘട്ടം ഹോം കെയർ സർവേ ആറന്മുളയിലുള്ള ഒരു വീട്ടിൽ നിന്ന് ആരംഭിക്കുകയാണ്. തീർച്ചയായും ഇതൊരു നല്ല സംരംഭത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മൾ ഈ പാലിയേറ്റീവ് കെയറിൻ്റെ അടിത്തറ തന്നെ വീടുകളിൽ നിന്നുള്ള ചികിത്സയാണ്. ചികിത്സയായതുകൊണ്ട് വീടുകളിൽ രോഗികളെ അവരവരുടെ വീടുകളിൽ ചെന്ന് കണ്ട് അവർക്ക് മെച്ചപ്പെട്ട പരിചരണം ലഭിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു സർവേയാണ് ഇന്ന് തുടങ്ങുന്നത്. അപ്പോൾ അത് ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു ഡോക്ടർ, ഒരു നേഴ്സ്, നമ്മുടെ വാർഡ് കൗൺസിലർ, 2 സന്നദ്ധ പ്രവർത്തകർ, ആശാ വർക്കേഴ്സ്, ഇവരുടെ ഒരു കൂട്ടായ്മയോടുകൂടിയാണ് ഓരോ വീട്ടിലും സർവേ നടത്തുന്നത്. പദ്ധതിക്കായി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ നിന്ന് 30 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും താലൂക്ക് ആശുപത്രി കോമ്പൗണ്ടിൽ ഇതിനായുള്ള കെട്ടിടം ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് നിർമ്മിക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് കൗൺസിലർ ഓമനക്കുട്ടൻ ഉണ്ണിത്താൻ സ്വാഗതം പറഞ്ഞു. നഗരസഭാ ഉപാധ്യക്ഷൻ VP ഉണ്ണികൃഷ്ണൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മധുകുമാർ, S ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.